ഹരി കൃഷ്ണ, ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യോഗ ആസനാസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മുടെ ഇസ്കോൺ ഫൗണ്ടർ ആചാര്യരായ ശ്രീല പ്രഭുപാദ് നമ്മുടെ ഭക്തർക്ക് വേണ്ടി ഒരു 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത് വന്നിട്ട് നമ്മുടെ ഹെൽത്ത്, രണ്ടാമത്തെ വന്നിട്ട് സാധന, മൂന്നാമത്തെ വന്നിട്ട് സർവീസ്. ഇതാണ്. പക്ഷേ നമ്മുടെ ഹെൽത്ത് മാത്രം പോയി കഴിഞ്ഞാൽ ബാക്കി രണ്ടും നല്ല രീതിയിൽ പോവില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹെൽത്തിനെയാണ്. കുറേ ഡിവോട്ടീസ് ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവർക്ക് റീസെൻ്റായിട്ട് വന്നിട്ട് അധികം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം വന്നിട്ട് അവരുടെ ഹെൽത്താണ്. അതേപോലെ തന്നെ അവരുടെ ബാക്ക് പെയിൻ, പിന്നെ വന്നിട്ട് അവരുടെ നീ പെയിൻ, അങ്ങനെ പിന്നെ വന്നിട്ട് അവരുടെ ഹെഡ് ഏക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവർ ഫേസ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് അവർക്ക് നമ്മൾ ഹെൽത്ത് പ്രോപ്പറായി ഇല്ലെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ മോശമായി തന്നെ പോകുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കാം. അതിൽ അധികം മുതുക് വേദന ഉള്ളവർക്ക്, നമ്മുടെ മുട്ടുവേദന ഉള്ള ആൾക്കാർക്ക്, അങ്ങനെ അധികം ഉള്ള നമ്മുടെ ഭക്തന്മാർക്ക് ഞാൻ ഒരു 3 ആസന നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. അത് നിങ്ങൾ കാലത്ത് എണിച്ച് ജപിക്കുന്ന മുമ്പ് നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, ജപിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ഈ ആസനാസൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഈവനിങ് ടൈം നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും നല്ല ഉത്തമം മോർണിംഗ്. അങ്ങനെ നിങ്ങൾക്ക് ചില സമയത്ത് ഒരുപാട് മുതുകുവേദന, അങ്ങനെ കാൽവേദന, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ അപ്പോൾ ചെറുതായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യാവുന്നതാണ്. അത് അങ്ങനെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് അല്പശാന്തി ഉണ്ടാവും. സോ ഞാൻ ഈ 3 ആസനാസാണ് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് ഭുജംഗാസന, രണ്ടാമത് വക്രാസന, മൂന്നാമത് സുപ്ത വജ്രാസന. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് വീട്ടിൽ. അങ്ങനെ അപ്പോൾ നല്ല മുതുകുവേദന ഉള്ള ആൾക്കാർക്കും, മുട്ടുവേദന, കാൽവേദന, ബോഡി പെയിൻ, അതേപോലെ തലവേദന, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ഭയങ്കര നല്ല ഗുണകരമാണ് ഈ ആസനാസ്. അപ്പോൾ വരും നമുക്ക് ആദ്യം ഡെമോൺസ്ട്രേഷൻ നോക്കാം, അതിനുശേഷം കൂടുതലായിട്ട് നോക്കാം. ഭുജംഗാസനമാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. പൊസിഷനിൽ വന്നതിന് ശേഷം കൈകൾ കൃത്യമായി വയ്ക്കുക. തല ഉയർത്തുമ്പോൾ നിങ്ങളുടെ ശ്വാസം മേൽപോട്ട് വലിക്കുക. ബ്രീത്ത് ഇൻ, ഒരു 10 സെക്കൻഡ് നോർമൽ ബ്രീത്ത് ആൻഡ് റിലാക്സേഷൻ. ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. ദിസ് ഈസ് ഗുഡ് ഫോർ യുവർ ബാക്ക് ബോൺ, reduce your back pain, good for your spinal cord, improve your blood circulation. അടുത്തത് വക്രാസന. നമ്മൾ കാല് കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം വന്നിട്ട് നമ്മുടെ ശ്വാസം, ബ്രീത്ത് നോർമലായിരിക്കണം. ഇത് നിങ്ങളുടെ ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ എല്ലാം റെഡ്യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് സുപ്ത വജ്രാസന. ഇത് നിങ്ങൾക്ക് റെഡ്യൂസ് യുവർ ബാക്ക് പെയിൻ, ഗുഡ് ഫോർ യുവർ സ്പൈനൽ കോഡ്, സ്ട്രെച്ചിങ് യുവർ ലെഗ് മസിൽസ് ആൻഡ് റെഡ്യൂസ് യുവർ നീ പെയിൻ. പൊസിഷനിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബ്രീത്ത് നോർമലായിരിക്കണം. മെല്ലെ പഴയ പൊസിഷനിൽ വരിക, എന്നിട്ട് റിലാക്സേഷൻ. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ഭയങ്കര എളുപ്പമുള്ള ആസനാസാണ്. ഇത് അധികം വീട്ടമ്മമാർക്കും ശരി, ഓഫീസിൽ പോണ ആൾക്കാർക്കും ശരി, അമ്പലത്തിൽ സേവ ചെയ്യുന്ന ഭക്തർക്കായാലും ശരി, അധികം മുതുകുവേദന, കൈകാൽ വേദന, മുട്ടുവേദന, തലവേദന, പിന്നെ തൈറോയിഡ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഈ ചെറിയ ആസന ഭയങ്കര ഉപകാരമാണ്, ഭയങ്കര ഗുണകരവുമാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഭഗവാൻ വന്നിട്ട് ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഭഗവത്ഗീത കയ്യിലുണ്ട്. ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ഞാൻ വായിക്കാം. യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ദിവസേന യോഗ ചെയ്യുമ്പോൾ
നമ്മൾക്ക് ഇന്ദ്രിയ സുഖങ്ങൾ കൺട്രോൾഡ് ആകും. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ക്ലിയർ മൈൻഡ് ഉണ്ടാകും. ഈ സമയത്ത് നിങ്ങൾ യോഗ ചെയ്തിട്ട് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹരിനാമത്തിനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും. ഭഗവാനെ നല്ല രീതിയിൽ ധ്യാനിക്കാൻ പറ്റും. അപ്പോൾ യോഗ എന്നൊരു പാർട്ട് എന്താണ്, നമ്മുടെ ഭഗവാനെ റിയലൈസേഷൻ, ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് യോഗ, യഥാർത്ഥ യോഗ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ യോഗ എല്ലായ്പ്പോഴും ചെയ്തിട്ട് നമ്മൾക്ക് ഭഗവാനെ തിരിച്ചറിയാനൊന്നും പറ്റില്ല. കലിയുഗത്തിൽ പറഞ്ഞിട്ട് ഹരിനാമം കൊണ്ട് മാത്രമേ ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ ഭയങ്കര മോശമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് എന്തായാലും നമ്മൾ നോക്കണം. അപ്പോൾ അതിന് യോഗാസന വളരെ ഉപകാരമാണ്. അപ്പോൾ യോഗാസന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ അവബോധമുണ്ടാകും. നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾ വന്നിട്ട് നമ്മളുടെ കൺട്രോൾഡ് ആകും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഭഗവാന്റെ ഹരിനാമം ജപിക്കാൻ പറ്റും. നല്ല രീതിയിൽ നമ്മുടെ സാധന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല രീതിയിൽ സേവയിൽ നമുക്ക് ഈടുപെടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ പുറം വേദന, തലവേദന അങ്ങനത്തുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഉപകാരമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. അതേപോലെ തന്നെ നിങ്ങളുടെ നീസ് പെയിൻ റെഡ്യൂസ് ആകും. അതേപോലെ തന്നെ റെഡ്യൂസ് യുവർ ഹെഡ് ഏക്ക്, സ്റ്റിമുലേറ്റിംഗ് യുവർ ഡൈജഷൻ, സ്ട്രെച്ചിങ് യുവർ ലെഗ് മസിൽസ്, arm muscles, and good for your spinal cord and good for your backbone. ഇതെല്ലാം തന്നെ ഭയങ്കര ഗുണകരമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ആദ്യം നമ്മുടെ ഹെൽത്തിനെ നോക്കൂ, ബാക്കി നമ്മുടെ സാധന സർവീസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.